ആർ രാജീവ്, എന്താണ് പ്രധാനപ്പെട്ട വാർത്ത? ശബരിമലയിൽ കട്ടിളപ്പാളികൾ കടത്തിയ സംഭവത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികൾ. പ്രധാനപ്പെട്ട വാർത്തയാണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച് പുറത്തു വരുന്നത്. ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രതികളാവുന്നു. ജനം TV തുടർച്ച ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം ഇതാണ്: ഏതാനും ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാനാണോ ഭാവം എന്നുള്ളത്. ജനം TVയുടെ റിപ്പോർട്ടുകൾ ശരിവെക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ആർ രാജീവ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒടുവിൽ പ്രതിപട്ടികയിലേക്കാണ് അല്ലേ? തീർച്ചയായും വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജനം TV വാർത്ത ശരിവെച്ചുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി SIT പ്രതി ചേർത്തിരിക്കുന്നു. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കട്ടിളപ്പാളികൾ കടത്തിയ സംഭവത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പങ്കുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് ജനം TVയാണ്. കട്ടിളപ്പാളികളും കടത്തിയ വാർത്ത ആദ്യം പുറത്തുവിട്ടതും ജനം TVയാണ്. 2019 മാർച്ചിലായിരുന്നു കട്ടിളപ്പാളികൾ കടത്തിയത്. ശബരിമലയിലെ ധാർമ്മിക ശില്പത്തിലെ സ്വർണം കടത്തിയെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകളിൽ. അങ്ങനെയല്ല, ആദ്യം കടത്തിയത് കട്ടിളപ്പാളികളാണ് എന്ന വാർത്ത ജനം TVയാണ് നൽകിയത്. 2019 മാർച്ചിൽ കട്ടിളപ്പാളികൾ കടത്തുന്നു. തുടർന്നാണ് ജൂലൈയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കടത്തുന്നത്. ആ രീതിയിലുള്ള വലിയ ഗൂഢാലോചന ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. ഏതാനും ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഈ ഗൂഢാലോചന നടക്കില്ല, ഇത്തരത്തിൽ സ്വർണം കടത്താൻ കഴിയില്ല എന്ന ജനം TV വാർത്ത പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, പത്മകുമാറിന്റെ കൂടി അറിവോടുകൂടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ കടത്തിയത്, ഈ കട്ടിളപ്പാളികൾ കടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും ആദ്യം പുറത്തുവിട്ടത് ജനം TVയാണ്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതികളാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ FIR-ലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതികരിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി ഈ കട്ടിളപ്പാളികൾ കടത്തിയ സംഭവത്തിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. രണ്ടാം പ്രതി ഈ ശബരിമലയിൽ നിന്നും കട്ടിളപ്പാളികൾ കൊണ്ടുപോയ കൽപേഷാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കൽപേഷ് എന്ന വ്യക്തി ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. പിന്നീട് ഇങ്ങോട്ട് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങി അന്ന് ഉദ്യോഗസ്ഥർ ആയിരുന്ന പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ കൂടി കേസിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനൊപ്പമാണ് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതികരിച്ചിരിക്കുന്നത്, FIR തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടതായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്ന പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്യാമ്പ് ഓഫീസ് തുറന്ന് അവിടെ ഈ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതികരിച്ചിരിക്കുന്നു. ഏതാനും ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയൊരു തട്ടിപ്പ് നടക്കില്ല. കാരണം ശബരിമല പോലെ ഒരു സ്ഥലത്ത് നിന്നും ഈ സ്വർണ്ണപ്പാളികൾ. പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. രാജീവ് ദയവായി തുടരുക. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് രാജീവ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. രാജീവ് ദയവായി ലൈനിൽ തുടരുക. ശ്രീ RV ബാബു ചേരുകയാണ് നമുക്കൊപ്പം. ശ്രീ RV ബാബു, തുടക്കം മുതൽ സെപ്റ്റംബർ 9 ജനം TV ഈ വാർത്ത പുറത്തുവിടുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കാണാനില്ല എന്നുള്ള വാർത്ത. തുടർന്ന് ഹൈക്കോടതി ഇക്കാര്യം ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെട്ടു, അന്വേഷണം ആവശ്യപ്പെട്ടു. തുടർന്നാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതും ഒന്നൊന്നായി തട്ടിപ്പിന്റെ, വെട്ടിപ്പിന്റെ, കൊള്ളയുടെ കഥകൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നത്. അന്നും ഇന്നും ജനം TV ചോദിക്കുന്നു, അങ്ങുൾപ്പെടെയുള്ള നേതാക്കൾ ചോദിച്ചു, ഇത് ഏതാനും ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങിയാൽ മതിയോ? അവിടെ നിന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ, സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ, സ്വർണ്ണപ്പാളിയെ ചെമ്പെന്ന് രേഖപ്പെടുത്തി കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഏതാനും ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. അന്വേഷണം ശരിയായ വഴിക്ക് നീങ്ങുകയാണോ? ഇത് മതിയാകുമോ? തീർച്ചയായും ഇപ്പോ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അത് പത്മകുമാർ അടക്കമുള്ള ആളുകളാണ് പ്രതികളാവാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് സ്വാഗതാർഹമായൊരു നിലപാടാണ്. കാരണം തുടക്കം മുതൽ തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു, ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു വീഴ്ചയായിട്ട് ചിത്രീകരിക്കാനാണ് നിലവിലെ ദേവസ്വം ബോർഡും ദേവസ്വം മിനിസ്റ്ററും ഒക്കെ ആ സമയം മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച മാത്രമല്ല, അക്കാലത്ത് ഭരിച്ചിരുന്ന ആളുകൾ കൂടി ഇതിന് പങ്കാളികളാണ്. ദേവസ്വം ബോർഡിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ പാലിക്കാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി കേവലം ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്നുകൊണ്ട് മാത്രം നടത്താവുന്ന ഒരു തട്ടിപ്പല്ല. അതിനപ്പുറത്തേക്ക് ഭരണാധികാരികളുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധത്തെക്കുറിച്ചും നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രതികളാവേണ്ടതാണ്. ഇപ്പോ അവർക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമായ ഒരു നിലപാടാണ്. അന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. പക്ഷെ നമ്മള് മുഴുവൻ കാര്യങ്ങളും പുറത്തു വരണം എങ്കിൽ രാഷ്ട്രീയമായ ഇത്തരം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് ഈ അന്വേഷണം പോകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് സംശയമുണ്ട്. അത് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും.
ഏതായാലും അത്തരം കാര്യങ്ങൾ ശക്തമായിട്ട് പോകണമെങ്കിൽ നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം എന്ന കാര്യം തന്നെയാണ്. അതിന്റെ സംസ്ഥാനാന്തര തല ബന്ധം ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വരാൻ അത് ആവശ്യമാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. ശ്രീ RV ബാബു, മറ്റൊരു കാര്യം, ഇക്കാര്യത്തിലെ പ്രതികരണം ആദ്യം ശ്രീ പത്മകുമാറിനോട് തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നാണ്. പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല, പ്രസിഡന്റ് അറിയേണ്ട കാര്യമില്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുമെന്നാണ്. പിന്നെയും സമ്മർദ്ദം ഒഴുകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്വേഷണം നടക്കട്ടെ, ആരാണ് കുറ്റക്കാരെന്ന് വെച്ചാൽ പുറത്ത് വരട്ടെ എന്ന്. വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പത്മകുമാർ പറഞ്ഞതുമാണ് ദൈവത്തെ പോലെ കരുതിയവർ ഇങ്ങനെയൊക്കെ ആകും എന്ന് കരുതിയിരുന്നില്ല, ഇതിലൊക്കെ തൊടും എന്ന് കരുതിയിരുന്നില്ല എന്നുള്ളതാണ്. അതും പുറത്തു വരണ്ടേ? പത്മകുമാറിന് പോലും മിണ്ടാനാവാത്ത പേരുകൾ ആരാണ്? അദ്ദേഹം ദൈവത്തെ പോലെ കണ്ടത് ആരാണ് ആ ഈശ്വര തുല്യർ? ഒപ്പം തന്നെ ആരൊക്കെയാണ് ഈ ആസൂത്രണത്തിന് പിന്നിൽ, ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ളതും പുറത്തു വരണ്ടേ? ഇതില് പത്മകുമാർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. തുടക്കം മുതൽ തന്നെ ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിച്ചു. സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുക മാത്രമല്ല, തന്റെ കൂട്ടാളികളായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകളെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ പത്മകുമാർ ദൈവത്തെ പോലെ കരുതിയത് ആരെയാണ്? ഇനി അദ്ദേഹം മുഖ്യമന്ത്രിയെ തന്നെയാണോ കരുതിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹം ദൈവത്തെ പോലെ കരുതുന്ന ആളുകൾ ആരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഇപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അപ്പൊ ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന യഥാർത്ഥത്തിൽ പാളിപ്പോയി എന്നാണല്ലോ ഇപ്പൊ മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇതുവരെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ ഈ കാര്യം പരാമർശിച്ചിട്ടില്ല, ദേവസ്വം ബോർഡ് അംഗങ്ങൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സത്യത്തിൽ വെറുതെ പാഴായിപ്പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു അർത്ഥമില്ലാത്ത പ്രസ്താവന മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ നടത്തിയത് അങ്ങേറ്റം തെറ്റായിപ്പോയി. മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിന്റെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ഇവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതിയാക്കിയതോടുകൂടി ദേവസ്വം ബോർഡിൽ കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ സമൂഹത്തോട് മാപ്പ് പറയുമെന്ന് അറിയേണ്ടതാണ്. ഏതായാലും ഒരുപാട് ഉന്നതന്മാരുമായി ബന്ധപ്പെട്ട ഒരു കൊടും കൊള്ളയാണ് ഈ ശബരിമലയിൽ നടന്നിട്ടുള്ളത്. അത് ആരൊക്കെ രംഗത്ത് വരണം, ആരുടെയൊക്കെ പേരാണ് ഇനി പറഞ്ഞിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ RV ബാബു. തുടർന്നും അങ്ങയിലേക്ക് വരും. നമുക്ക് ഇക്കാര്യം ചർച്ച ചെയ്യണം വിശദമായി. ഇക്കാര്യം എണ്ണി പറഞ്ഞപ്പോൾ, എണ്ണി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ, എണ്ണി ക്രമക്കേടുകൾ പുറത്തു വന്നപ്പോൾ എണ്ണി തന്നെ നിഷേധിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ മുൻ ഭാരവാഹികൾ, മുൻ പ്രസിഡന്റ്, മുൻ അംഗങ്ങൾ, മന്ത്രിമാർ അടക്കമുള്ളവർ. രാജീവിലേക്ക് ഒരിക്കൽ കൂടി. രാജീവ്, ജനൻ TV പറഞ്ഞത് ശരിയെന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു. ജനൻ TVയുടെ ലേഖകർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ ആദ്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ പരിഹസിച്ചവർ, ആദ്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ പുച്ഛിച്ചു തള്ളിയ സർക്കാർ പോലും ഇന്ന് പ്രതിക്കൂട്ടിലേക്കാണോ രാജീവ്? പ്രദീപുള്ള, തീർച്ചയായും സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതി ചേർത്ത സംഭവം. കാരണം അന്നത്തെ ദേവസ്വം ബോർഡിന് ഒന്നും അറിയില്ല എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു സർക്കാർ ശ്രമിച്ചതെങ്കിൽ അങ്ങനെയല്ല. ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് FIRൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഈ കേസിൽ പ്രതികളാകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ 2019 മാർച്ചിൽ കട്ടളപ്പാണികളും ശബരിമലയിൽ നിന്ന് കടത്തി എന്ന വാർത്ത ജനൻ TV പുറത്തുവിടുന്നു. തൊട്ടു പിന്നാലെ പത്മകുമാർ പറയുന്നത് തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, തന്റെ അറിവോടുകൂടിയല്ല ഇതൊന്നും നടന്നത് എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല സംഭവം. പത്മകുമാറിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. അന്ന് ഇറക്കിയ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത് ദേവസ്വം സെക്രട്ടറിയാണ്. ദേവസ്വം സെക്രട്ടറിക്ക് ബോർഡിന്റെ അനുവാദമില്ലാതെ ഒപ്പിടാൻ കഴിയില്ല എന്ന വാർത്ത ജനൻ TV പുറത്തുവിടുന്നു. അപ്പോഴും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പത്മകുമാർ തയ്യാറായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴും മൗനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇനി എന്ത് പറയും എന്നതും വളരെ നിർണായകമായ കാര്യമാണ്. ഇതുവരെ മാധ്യമങ്ങളെ കാണാൻ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല. പലതവണ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. നിയമസഭയിൽ മാത്രമാണ് അദ്ദേഹം 12 വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ സർക്കാരിന്റെ ഇതിലൊന്നും പങ്കില്ല എന്നായിരുന്നു നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ചില ഉദ്യോഗസ്ഥരെ മാത്രം പ്രതികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കം ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ, ഇത് പോലീസിന്റെ മാത്രം നേട്ടമായൊന്നും കാണാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട്, കർശനമായ നിരീക്ഷണം ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതിയെ ചേർത്തിരിക്കുന്നത്. കാരണം ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ജനൻ TV
തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. കാര്യം ദേവസ്വം ആക്ടിൽ, ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ദേവസ്വം സെക്രട്ടറി എങ്ങനെയാണ് ഒപ്പിടേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ദേവസ്വം അംഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, ദേവസ്വം പ്രസിഡന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അംഗങ്ങളോ അറിയാതെ ഇത്തരമൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തിരിക്കുന്നത്. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ അല്ലാതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് ഹൈക്കോടതി കൈമാറാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര അന്വേഷണമാണ് വേണ്ടതെന്ന ആവശ്യം ഹൈക്കോടതിക്ക് മുന്നിൽ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ്, അതായത് LDF സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡാണ് 2019 ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കില്ല എന്ന വാദമാണ് ഹൈന്ദവ സംഘടനകൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 10 ദിവസം കൂടുമ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി ഹൈക്കോടതിയെ നേരിട്ട് അറിയിക്കണമെന്ന. ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതാണ് ഇതിലെ ഒരുപക്ഷെ ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് അന്വേഷിച്ചെങ്കിൽ രാജീവ് പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇതിലേക്കൊന്നും എത്തില്ലായിരുന്നു. ഹൈക്കോടതി ഇടപെട്ടു, ഹൈക്കോടതി അന്വേഷണ സംഘം രൂപീകരിച്ചു, ഹൈക്കോടതി അതിന് മേൽനോട്ട ചുമതലയ്ക്കായി ADGPയെ നിയോഗിക്കുന്നു, ഹൈക്കോടതി തന്നെ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു, ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുന്നു, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനി ഏത് സമ്മർദ്ദത്തിന് വഴങ്ങിയാലും ഹൈക്കോടതിക്ക് മുന്നിൽ വിയർക്കേണ്ടി വരും, ഹൈക്കോടതിക്ക് മുന്നിൽ എണ്ണി വിശദീകരണം നൽകേണ്ടി വരുമെന്ന് ഉത്തമ ബോധ്യമുള്ള, വിദ്യാഭ്യാസമുള്ള, നല്ല കഴിവും അന്വേഷണ ത്വരയുമുള്ള ഉദ്യോഗസ്ഥരാണ് സംഘത്തിൽ. അവരുടെ ഈ ജോലിയിൽ കൈകടത്താതിരുന്നാൽ, അവർക്ക് മൂക്ക് കയറിടാതിരുന്നാൽ സത്യം പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ്, എന്തൊക്കെയാവും അവരുണ്ടാക്കുന്ന ലൂപ്പ് ഹോൾസ് എന്നറിയാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്നത്. ഏതായാലും വളരെ ചടുലമായ ഒരു വാർത്താ ദിനത്തിൻ്റെ തുടക്കം മാത്രമാണ് ഇതുവരെ പ്രേക്ഷകർ കണ്ടത്.